ഒരു കൊടും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ ചുരുള്, അതിൻ്റെ പിന്നാമ്പുറ കഥകളും കാര്യങ്ങളും അതിലേക്കാണ് ഒന്ന് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ മെയ് മാസം 5-ാം തീയതി തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ഒരു സുനിത 47 വയസ്സ് അവർ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തൃശ്ശൂർ സ്വദേശിനിയാണ്, തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശിനി. അവർ ബാംഗ്ലൂർ വെച്ചാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. അതായത് ബാംഗ്ലൂർ ഒരു തെരുവ് നായ ഷെൽട്ടർ നടത്തുന്ന മലയാളിയായിട്ടുള്ള ഒരു ദീപക് കൃഷ്ണൻ, കൊല്ലംകാരനാണ്. അയാൾ ഒരു കൊടും ക്രൂര ക്രിമിനലാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയാൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയും അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ മൃഗീയ സ്വഭാവങ്ങൾ, കാര്യം തെരുവുനായകളെ സംരക്ഷിക്കുന്നു എന്ന ലേവലിലാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് എങ്കിൽ പോലും അയാളിൽ നിന്നുള്ള ക്രൂരമായ പീഡനത്തിൻ്റെ ഫലമായിട്ട് ഇവർ ഈ മെയ് 3-ാം തീയതി ബാംഗ്ലൂർ വെച്ച് അതിക്രൂരമായിട്ട് അവരെ മർദ്ദിച്ച് അവശയാക്കി അവരുടെ തലച്ചോറ് വരെ ഇളകുന്ന അവസ്ഥയിലേക്ക് അതിക്രൂരമായ മർദ്ദനം നടത്തുകയും ആ മർദ്ദനം അയാൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം അയാൾ ഓഡിയോയിലൂടെ തന്നെ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്ത് ആ ഓഡിയോ പുറത്ത് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ അത് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന സാഹചര്യത്തിൽ പോലും കൂടെ ഇയാൾ പോലീസിനെ ഉൾപ്പെടെ മുറിയിലോട്ട് പൂട്ടി എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും മറ്റ് പോലീസും നാട്ടുകാരും കൂടെ കൂടി ഇടപെട്ട് ഈ സ്ത്രീനെ ഹോസ്പിറ്റലായി ആക്കുകയും അവിടുന്ന് അവരെ എത്രയും പെട്ടെന്ന് തൃശ്ശൂർ കൊണ്ടുവരികയും തൃശ്ശൂർ വന്ന് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നാണ് അവർ കഴിഞ്ഞ ദിവസം മരിച്ചത്. അതായത് ഈ മെയ് മാസം 5-ാം തീയതി മരണമടഞ്ഞതായിട്ടാണ് സംഭവം. ഈ ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, കൊല്ലംകാരനാണ്. ഇയാളാണ് ബാംഗ്ലൂർ തെരുവ് നായ ഷെൽട്ടർ നടത്തുന്നത്. പക്ഷേ ഇയാളുടെ പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോഴാണ് ഇയാൾ സ്ഥിരം കുറ്റവാളി, ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു ക്രിമിനൽ, ദീപക് കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാൾ ഭയങ്കരമായിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണ് എന്നും പറയപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഈ വ്യക്തിയെ ഈ അടുത്ത ദിവസം കുറച്ച് മുമ്പ് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഒളിവിലായിരുന്നു, ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു വൻ മാഫിയ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ലഹരി മരുന്ന് മാഫിയ സെക്സ് റാക്കറ്റ് ബന്ധത്തിൻ്റെ ഒരു വൻ ചുരുളുകൾ പുറത്തേക്ക് അഴിഞ്ഞു വരുന്നത്. ഇനി ഒരു സംഭവത്തിലേക്ക് പോകാം. അതായത് 2009 നവംബർ 8-ാം തീയതി ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കർ കാർണവർ വധം, അതൊരു കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അതായത് ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കർ കാർണവർ വധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയനാട് ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു പണക്കാരനായിരുന്നു. അവർ കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരുന്നു. ആ വ്യക്തിയുടെ, ഈ ഭാസ്കർ കാർണവരുടെ ഒരു മകൻ്റെ ഭാര്യ ഷെറിൻ, ആ ഷെറിനും അവരുടെ കാമുകന്മാരും കൂടി ചേർന്ന് ഈ ഭാസ്കർ കാർണവരെ കൊലപ്പെടുത്തിയൊരു സംഭവമാണ് ഈ ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കർ കാർണവർ വധം. 2009 നവംബർ 8-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നവംബർ 9-ാം തീയതിയാണ് പുറം ലോകം ഈ സംഭവം അറിയുന്നത്. അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഈ ഭാസ്കർ കാർണവരുടെ മരുമകളായിട്ടുള്ള ഷെറിൻ ചെറുപ്പക്കാരിയാണ്. അവർക്ക് ഈ സെക്സ് ലഹരി മാഫിയകളുമായിട്ടുള്ള വൻ ബന്ധമുണ്ടായിരുന്നു. ഇത്രയും വലിയ പണക്കാരൻ്റെ വീട്ടിലേക്ക് ഇവർ മരുമകളായിട്ട് വരുമ്പോൾ ഇവരൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാസ്കർ കാർണവരുടെ മകൻ, അതായത് ഈ ഷെറിനെ വിവാഹം ചെയ്ത ഭർത്താവ് എന്ന് പറയുന്നത് അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നതുകൊണ്ട് ഇവരിത്രയും പണക്കാരാണെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു ബന്ധം എടുത്തു കഴിഞ്ഞാൽ ആ മകനെയും കുടുംബത്തെയും സംരക്ഷിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ വെളിച്ചത്തിലാണ്
ഈ വിവാഹം നടന്നു. അതിനെപ്പറ്റി ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പൊതുവെ ലോകത്തിന് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. എന്തായാലും ഈ മരുമകളും അവരുടെ കുറേ കാമുകന്മാർ, ഒരു ബാസിത്ത് അലി, നിതിൻ, അതുപോലെ തന്നെ റഷീദ്, ഇങ്ങനെയുള്ള കുറേ കൂട്ടാളികളെയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഭാസ്കർ കാരണവരെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ പ്രതികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഈ മുഖ്യ പ്രതിയായിട്ടുള്ള ഈ മരുമകളായിട്ടുള്ള ഷെറിന് 3 ജീവപര്യന്തം തടവും 85,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറ്റ് പ്രതികൾക്കെല്ലാം 2 ജീവപര്യന്തം തടവും 85,000 രൂപ പിഴയും ആണ് ശിക്ഷ വിധിച്ചത്. അപ്പീലിനൊക്കെ പോയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ശരിവെച്ചതോടുകൂടി അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇനി ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷെറിൻ എന്ന ഈ മുഖ്യപ്രതി അവർ ജയിലിലായെങ്കിലും അവർക്ക് ജയിലിലെല്ലാം ഭയങ്കര VIP പരിഗണനയായിരുന്നു ലഭിച്ചിരുന്നത്. ഈ VIP പരിഗണനയുടെ ഇടയിൽ പോലും കൂടെ ഇവർക്ക്, അതായത് ശരിക്കും ജയിലിലാണെങ്കിലും അവർക്കൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നതിന് സമാനമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിൽ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും കൂടെ കുട വരെ ഉപയോഗിക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച് കുട നൽകിയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജയിൽ DIG പ്രദീപ് എന്ന് പറയുന്ന മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റിയെല്ലാം വലിയൊരു വെളിപ്പെടുത്തൽ ഈ സുനിത, അവിടെയാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർ മരണപ്പെട്ടു എന്ന് പറയുന്ന ഈ സുനിത ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ആ വെളിപ്പെടുത്തൽ അവർ നടത്തിയത് 2025, അതായത് ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-നാണ് ഈ സുനിത ഈ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. മാധ്യമങ്ങളോടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ ഷെറിന് ഈ ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും, അവിടുത്തെ ഒരു അവിഹിത കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും, അവിടുത്തെ ഉന്നത പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളും, അതുപോലെ തന്നെ ഈ ഷെറിൻ അവിടെ ജയിലിൽ നിന്ന് കടന്ന കാലഘട്ടങ്ങളിൽ പോലും കൂടെ ഇവർക്ക് 22 തവണയാണ് പരോൾ അനുവദിച്ചത്. ഈ സാധാരണ ഈ ഇന്ത്യയിൽ ഒരു കൊലക്കേസ് പ്രതിക്കും കിട്ടാത്ത ഒരു പരിഗണനയും പരോളുമാണ് ഈ ഷെറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ പരോള് ലഭിക്കാനായിട്ട് മന്ത്രിസഭയിൽപ്പെട്ട ഒരു ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി പോലും ഇടപെട്ടുകൊണ്ടിരുന്നത് കാര്യങ്ങളെല്ലാം ആണ് ഇവർ വെളിപ്പെടുത്തിയിരുന്നത്. എന്താണെങ്കിലും ശരി, ഈ ഷെറിന് ഈ കഴിഞ്ഞ 2025 ജനുവരിയിൽ തന്നെ നമ്മുടെ മന്ത്രിസഭ ഒരു പ്രത്യേക അജണ്ടയാക്കി വെച്ചുകൊണ്ട് ഈ ഷെറിൻ്റെ എല്ലാ ശിക്ഷാ ഇളവുകളും അവർക്ക് ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ജീവപര്യന്തം അനുഭവിച്ച് തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട്, അവർ കുടുംബിനിയാണ്, സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേക ഇളവ് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഇളവ് അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുകയും അതിനുശേഷം ഗവർണർക്ക് അത് കൊടുക്കുകയും ഗവർണർ അത് 2025 ജൂലൈയിൽ അനുവദിച്ചു കൊടുക്കുകയും ഈ ഷെറിൻ ജയിൽ മോചിതയായി കുറ്റമുക്തയായി വളരെ സുഖലോലുപയായി പൊതുസമൂഹത്തിൽ ഇപ്പോൾ എവിടെയോ വാഴുന്നുണ്ട്. ഈ ഒരു വിഷയത്തിനകത്ത് ഇതിനകത്തുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ഇടപെടലിനെ പറ്റിയാണ് ഈ സുനിത അന്ന് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തൽ ഒരു പൊതുസമൂഹത്തിൽ വലിയൊരു ഭൂകമ്പം പോലെ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ അത് അന്നൊക്കെ അങ്ങനെ ചർച്ചയായെങ്കിലും പിന്നീട് അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഏതായാലും ഈ ഷെറിനെ പുറത്തേക്ക് ഇറക്കി വിട്ടതിനകത്ത് മന്ത്രിസഭ തന്നെ, അതായത് നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭ തന്നെ ഒരു മന്ത്രിസഭാ യോഗം കൂടി ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് ശിക്ഷാ ഇളവുകളെല്ലാം നൽകി പുറത്തേക്ക് വിടുകയും അതിനകത്ത് നമ്മുടെ കൊല്ലംകാരനായിട്ടുള്ളൊരു മന്ത്രി തന്നെ, കൊല്ലംകാരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം പേരെടുത്ത് തന്നെ പറയണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് KB ഗണേഷ് കുമാർ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ ഷെറിന് എല്ലാവിധ സഹായവും ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നുള്ള ഒരു ആരോപണമാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നതും. അതുതന്നെയാണ് ഈ സുനിത അന്ന് വളരെ വ്യക്തമായിട്ട് അവർ തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിയതും. അവരത് വെളിപ്പെടുത്തുമ്പോൾ, കാരണം അവർക്ക് ഈ ഷെറിന് ആയിട്ട് അടുത്ത് ഇടപഴകിയ ബന്ധങ്ങളിൽ നിന്നാണ് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടത്. അവരത് വെളിപ്പെടുത്തുകയും ചെയ്തത്. എന്താണെങ്കിലും അത് വെളിപ്പെടുത്തുമ്പോൾ എന്ന സാഹചര്യത്തിൽ പോലും കൂടെ
അവരുടെ ജീവൻ എന്തെങ്കിലും ഭീഷണി വരാൻ സാധ്യതയില്ലേ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പോലും അവർ പറഞ്ഞത് ഭീഷണി ഉണ്ടെങ്കിൽ ശരി, പൊതുസമൂഹത്തിനോട് ഇത്തരം സത്യങ്ങൾ തുറന്ന് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. എന്തായാലും ആ വെളിപ്പെടുത്തലിന് ശേഷം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 64 ആഴ്ചയും 2 ദിവസവും കഴിഞ്ഞ ആ ദിവസമാണ് ഈ കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഈ മെയ് മാസം തന്നെ 3-ാം തീയതി ബാംഗ്ലൂർ വെച്ച് ഈ സുനിത അതിക്രൂരമായ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെടുന്നത്. അതിലെ കൊലയാളി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള കൊല്ലംകാരനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം. കാരണം ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ, അതായത് ഈ ഷെറിന് വേണ്ടിയിട്ട് 3 ജീവപര്യന്തം തടവ് ശിക്ഷയും 85,000 രൂപ പിഴയും വിധിച്ച ഒരു കുറ്റവാളി, കൊടും ക്രൂരയായിട്ടുള്ള ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് മന്ത്രിസഭ, സർക്കാർ, ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെല്ലാം കൂടി ചെയ്ത ഒരു ഒത്താശയെ പറ്റിയായിരുന്നു ആ സ്ത്രീ അന്ന് വെളിപ്പെടുത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ഈ ഷെറിൻ എന്ന സ്ത്രീയെ ജയിലിൽ നിരന്തരമായിട്ട് ദുരുപയോഗം ചെയ്തിരുന്നതും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതിനെ പറ്റിയാണ് ഈ സുനിത എന്ന സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നത്. എന്താണെങ്കിലും ആ വെളിപ്പെടുത്തിയ സ്ത്രീയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പൊതുസമൂഹം, നീതിബോധമുള്ള പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതിനകത്തെല്ലാം പ്രവർത്തിക്കുന്ന നികൃഷ്ടമായിട്ടുള്ള ഒരു കൊടും ക്രൂര ലഹരി മാഫിയ സെക്സ് റാക്കറ്റ് ബന്ധം, അത് രാഷ്ട്രീയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ, രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നിയമവൃത്തങ്ങളിലെ ഉന്നത തലങ്ങളിലുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് എന്താണെങ്കിലും ശരി, വളരെ ഗൗരവത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനം ശക്തമായിട്ട് ഇത് അന്വേഷിക്കണം. ഈ സുനിതയുടെ ഈ മരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ കൊലയാളിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എങ്കിൽ പോലും കൂടെ അയാളുടെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിലുള്ള കറുത്ത ശക്തികൾ ആരൊക്കെയാണ്, ഇതിനകത്ത് ഈ ഷെറിൻ്റെ ബന്ധം എന്താണ്? കാരണം ഈ ഷെറിനോടൊപ്പം ശിക്ഷിക്കപ്പെട്ടവർ 2 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർ ഇപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ പോലും കൂടെ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ഈ നമ്മുടെ മന്ത്രിസഭ തന്നെ പ്രത്യേക അജണ്ടയായിട്ട് ശിക്ഷാ ഇളവ് നൽകി ഗവർണറുടെ അംഗീകാരത്തോടുകൂടി അവരെ പുറത്തേക്ക് തുറന്നു വിടുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം അന്ന് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സുനിതയുടെ ഈ അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകങ്ങൾ കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഒന്ന് പറയുന്നത്. എന്താണെങ്കിലും ശരി, ഇനി വരുന്ന ഒരു സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ നിലവിൽ ഇവിടെ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളാണെങ്കിലും ഈ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.